ആരെങ്കിലും ഇങ്ങനെയുണ്ടെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ചോദിക്കാതെ വസ്തുതകൾ അടിസ്ഥാനരഹിതമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തകയെ സമൂഹത്തിനിടയിൽ നാറ്റിക്കുക, ഇങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണല്ലോ, നിങ്ങൾക്കെല്ലാം അമ്മമാരുണ്ടല്ലോ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. ഇത് പി കെ ശ്രീമതി, മുൻ മന്ത്രി, മുൻ MP, 2 തവണ MLA, CPM എന്ന സംഘടനയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ കേന്ദ്ര കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ. പി കെ ശ്രീമതി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞത് അവർക്കെതിരെ വന്ന വ്യാജ വാർത്തകൾ കണ്ട് മാത്രമല്ല, ആ വ്യാജ വാർത്തയുടെ പേരിൽ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ മനം നൊന്തുകൂടിയാണ്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ശുദ്ധ നുണയാണ് അതെന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴും ചോദ്യം ഇതാണ്, മറുവശത്ത് ഒരു സ്ത്രീയെങ്കിൽ തോന്നുന്നത് എന്തും പറയാമെന്നാണ്. പി കെ ശ്രീമതി എന്ന കരുത്തുറ്റ വനിതാ നേതാവിനെ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ആദ്യം കാണുമ്പോൾ അവർ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. 16-17 വർഷമായി. പിന്നീട് ഇങ്ങോട്ട് ഇത്രയും കാലം പ്രസന്നതയോടെ അല്ലാതെ അവരെ എപ്പോഴെങ്കിലും കണ്ടതായി ഓർമ്മയില്ല. രാഷ്ട്രീയ ആക്രമണങ്ങളിലും പോലീസ് മർദ്ദനങ്ങളിലും കുലുങ്ങിയിട്ടില്ല സഖാവ് പി കെ ശ്രീമതി. അവരാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരെ അസംബന്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞത്. ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടത്, DGPക്കും കൊടുക്കണം. ഏതോ ഒരു PR കൃഷ്ണൻ എന്ന് പറയുന്ന MLA ഉണ്ടത്രേ. ആ വ്യക്തിയുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് നിയമസഭയിൽ MLA എന്നുള്ള നിലയിൽ കിട്ടേണ്ടുന്ന ഫാമിലി പെൻഷൻ ഞാൻ വാങ്ങുന്നു. ഇതാണ് വാർത്ത. പെൺകുട്ടികളാണ് അവതരിപ്പിക്കുന്നത്. കേട്ടാൽ വിശ്വസിച്ച് പോകുന്ന വിധത്തിലാണ്, വളരെ വൾഗറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത്രയും തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നെപ്പോലെ 50 കൊല്ലമായിട്ട് ഈ സമൂഹത്തിൽ ഞാനുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ ഒരു വാക്കിനോട് ചോദിക്കുക ഇല്ല. ശരിയുടെ ഒരു അംശം പോലും ഇല്ലാത്ത അപവാദ പ്രചാരണം ടീച്ചറുടെ ഉള്ളുലച്ചു. പി കെ ശ്രീമതി ഏതോ MLA ഭാര്യയായി നടിച്ച് നിയമസഭയിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നു എന്നാണ് പ്രചാരണം. ഒരു വാക്ക്, എന്താണ് സംഭവം, ഇങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിക്കാതെ വാർത്ത കൊടുത്തു എന്നതാണ് ടീച്ചറുടെ സങ്കടം. ഞാൻ ചോദിച്ചു, പാലക്കാട് MLA ഉണ്ടോ? ഇല്ല. തൃശ്ശൂരുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. അങ്ങനെ ഒരു MLA ഭാര്യയായിട്ട് ഞാൻ ഫാമിലി പെൻഷൻ വാങ്ങുക എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എത്ര ഞാൻ 17 സ്കൂൾ മുതൽക്ക്, പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത്, അതിനുശേഷം 10-50 കൊല്ലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നെക്കുറിച്ചാണ് ഇങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ പ്രചരണം നടക്കുന്നത്. ഈ YouTube ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലെ ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ ഒരു തരത്തിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഒരു പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പം ഞാൻ മിനിസ്റ്ററായിട്ട് പിന്നീട് വന്നത് UDF ഗവൺമെൻറ്റാണ്, ഒരഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇടയാക്കാത്ത വിധത്തിൽ ഭരിച്ച ഒരാളാണ് ഞാനിപ്പോൾ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടത്. ടീച്ചർ മാധ്യമങ്ങളെ കണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ശുദ്ധ അസംബന്ധമാണ് വാർത്തയെന്ന് തെളിഞ്ഞു. PR കൃഷ്ണൻ എന്ന പേരിൽ ഒരു MLA ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ കുന്നംകുളം മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട് 1960 മുതൽ 65 വരെ. അവരുടെ ഭാര്യയുടെ പേര് ശ്രീമതി എന്ന് തന്നെ. വെറും ശ്രീമതിയല്ല, പി കെ ശ്രീമതി. 2020 മരിച്ചുപോയ മറ്റൊരു ശ്രീമതി. കാര്യങ്ങൾ വിശദമാക്കി രംഗത്തെത്തിയത് PR കൃഷ്ണന്റെയും പി കെ ശ്രീമതിയുടെയും മകൻ അജിത് കുമാർ. എൻ്റെ അമ്മയുടെ പേര് ശ്രീമതി എന്നായതും
PK ശ്രീമതി ടീച്ചർ MLA മന്ത്രിയായിരുന്ന ടീച്ചറുടെ പേരും ഒന്നായതുകൊണ്ട് ആരും കുറ്റക്കാരല്ലല്ലോ. എൻ്റെ വീട് നടത്തറ പൂച്ചട്ടി, എൻ്റെ അമ്മ ജനിച്ചത് കുന്നംകുളത്ത് കിഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പൊന്നരാശ്ശേരി കുട്ടൻ മകൾ ശ്രീമതി ആണ് എൻ്റെ അമ്മയുടെ അഡ്രസ് പേര്. ശ്രീമതി ടീച്ചർ കണ്ണൂർ എവിടെയോ. അപ്പോൾ രണ്ടുപേർക്കും പേരൊന്നായെന്ന് മാത്രമല്ലോ. അതിന് പാവം ശ്രീമതി ടീച്ചർ ഇങ്ങനെ ക്രൂശിക്കേണ്ട യാതൊരു കാര്യമില്ല. ടീച്ചർക്ക് ഈ പെൻഷൻ വാങ്ങിക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വാങ്ങൂല്ല. ടീച്ചർ പോലെയുള്ള ഒരാൾ ഇത്തരം ഇതായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പൊക്കെയുള്ള ആളുകൾ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ എന്തോ എവിടുന്നോ കിട്ടിയപ്പോൾ ഒരു വാലും തുമ്പ് കേട്ട വഴിക്ക് ടീച്ചർ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞൊരു വ്യാജ വാർത്ത ചമച്ചാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വ്യാജ വാർത്ത തന്നെയാണല്ലോ. കാരണം വളരെ കൃത്യമാണ് ഈ സാധനം. എൻ്റെ അമ്മ 2020 ഫെബ്രുവരിയിൽ മരിക്കുന്ന 24-ാം തീയതി മരിക്കുന്നത് വരെ പെൻഷൻ നമുക്ക് കിട്ടിയിരുന്നു. പാർട്ടിക്കാരനായതുകൊണ്ട് ടീച്ചറെ പിന്തുണച്ച് രംഗത്ത് വന്നതൊന്നുമല്ല. താൻ കോൺഗ്രസ് പ്രവർത്തകനോ BJP പ്രവർത്തകനോ അല്ല, മറിച്ച് കടുത്ത CPM വിരുദ്ധനുമാണെന്ന് പറയുന്നു അജിത് കുമാർ. ഇത്തരം ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്റെ കുടുംബത്തെ വലിച്ചിഴച്ചതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കും. അപ്പോൾ അവരെ കരയുമ്പോൾ, അവരെ ഓർക്കുമ്പോൾ, അവരുടെ ആ പേരും കൂടി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? ടീച്ചറുടെ കൂടെ നമ്മൾ നിൽക്കും. ഈ ഒരു വാർത്ത ടീച്ചറെ ഇത്രയേറെ ഉലയ്ക്കാൻ കാരണം എന്തെന്ന് സംശയം തോന്നിയപ്പോൾ ടീച്ചർക്ക് ഒരു മെസ്സേജ് അയച്ചു. മറുപടിയായി തിരിച്ചയച്ച ഒരു വാർത്താ ശകലത്തിന്റെ ഒരു ശബ്ദഭാഗം കേൾപ്പിക്കാം. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ മാറിയല്ലോ എന്നോർക്കുമ്പോൾ ആ നിങ്ങളെ ഞങ്ങളൊക്കെ നമസ്കാരം. ഒരല്പം പൈസ കിട്ടുമെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും ഭാര്യയെയും ഭർത്താവിനെയും പോലും മാറ്റിപ്പറയാൻ മടിയില്ലാത്തവരായി കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ മാറിയല്ലോ എന്നോർക്കുമ്പോൾ ആ നിങ്ങളെ ഞങ്ങളൊക്കെ വിശ്വസിച്ചല്ലോ എന്നോർക്കുമ്പോൾ അവനവനോട് തന്നെ പുച്ഛം തോന്നുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ഓരോ ദിവസവും ഇടതുപക്ഷ നേതാക്കളെ പറ്റി പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ അറപ്പ് തോന്നുമെന്ന് പറയാതെ വയ്യ. എന്താണ് കാര്യമെന്നല്ലേ പറയാം. ഇതാണ് ടീച്ചറെ അത്രയേറെ സങ്കടപ്പെടുത്തിയ പെൺശബ്ദം. ഇതാദ്യമായല്ല PK ശ്രീമതി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. രാഷ്ട്രീയമായ വിവാദങ്ങളല്ല, അതിനപ്പുറം ട്രോളുകൾ എന്ന പേരിൽ പരിധി വിടുന്ന സൈബർ ബുള്ളിങ്ങിന് എത്രയോ തവണ ടീച്ചർ ഇരയായിട്ടുണ്ട്. അവരുടെ പ്രസംഗത്തിന്റെ പേരിൽ, ഒരു പരിപാടിക്കിടെ സഹപ്രവർത്തകർക്കൊപ്പം 2 ചുവട് വെച്ചതിന്റെ പേരിൽ, കണക്കും സയൻസും പഠിപ്പിച്ച ടീച്ചറെ തുന്നൽ ടീച്ചർ എന്ന് മാത്രം വിളിക്കുന്ന കുറെ പേരുണ്ട്. അത് മോശമെന്നാണോ എന്ന് ചോദിക്കേണ്ട. അത് മോശമാണെന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വിളിക്കുന്നവർ തന്നെയാണ്. ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും നേരിടേണ്ടി വരാത്ത വിധത്തിൽ അങ്ങനെ എത്രയെത്രയോ അധിക്ഷേപങ്ങൾ PK ശ്രീമതി എന്ന രാഷ്ട്രീയ നേതാവ് ഇതുവരെ കേട്ടിട്ടുണ്ട്. ഇന്ന് ടീച്ചർക്ക് പിന്തുണയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ രംഗത്തെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് ശരിവെക്കാം, പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന്, മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പൊതുരംഗത്ത് നിൽക്കുന്ന വനിതകളെ സംബന്ധിച്ച്. പൊതുരംഗത്ത് സധൈര്യം തുടരാനുള്ള സാഹചര്യങ്ങൾ വനിതകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇനി ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പാർട്ടിക്കാർ അവരെ പറഞ്ഞില്ലേ, ആ പാർട്ടിക്കാർ ഇവരെ പറഞ്ഞില്ലേ, അപ്പോ ഇവർ മിണ്ടിയോ, ഇപ്പോ അവർ മിണ്ടിയോ? കുറെ കേട്ടതാണ്, കണ്ടതാണ്. അവരായാലും ഇവരായാലും ഇതൊന്നുമല്ലാത്തവരായാലും സ്ത്രീ എന്നതുകൊണ്ടോ ട്രാൻസ് വ്യക്തി എന്നതുകൊണ്ടോ ഒരാളെ എന്തും പറയാമെന്ന് കരുതരുത്. അങ്ങനെ കരുതുന്നവരെ നിയമം വെറുതെ വിടുകയുമരുത്. ഒരൊറ്റ കാര്യം കൂടി, അഴിമതിയും ക്രമക്കേടുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്താനുള്ള നടപടിയിലേക്ക് നയിക്കേണ്ടതും നമ്മൾ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ തീർത്തും വാസ്തവ വിരുദ്ധമായ ഒരു ആരോപണം വാർത്തയിൽ ഉന്നയിക്കുമ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇല്ലാതെ പോയാൽ നാണക്കേട് ഈ പണി ചെയ്യുന്ന എല്ലാവർക്കും കൂടിയാണ്.